ആദ്യം ശ്രീ MS വിഷ്ണു, ഒട്ടേറെ സമര പരമ്പരകൾ തന്നെ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ നടത്തിയിട്ടുള്ളതാണ്. ഒരിക്കലും മറക്കാൻ പറ്റില്ല സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിങ്ങൾ നടത്തിയ മുട്ടിലിഴഞ്ഞുള്ള സമരം. പലതരം സമരമുറകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്താണ് ഇതേ ഒരു നിയമനം വന്നത്. KK രാമചന്ദ്രൻ നായരുടെ മകൻ R പ്രശാന്തിന് സർക്കാർ ജോലി നൽകുന്നു, അതും ആശ്രിത നിയമനത്തിൽ. സർക്കാർ അതുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അന്നേ നിങ്ങളൊക്കെ പരാതി ഉന്നയിച്ചതാണ്, ഇതെങ്ങനെ സാധ്യമാകും, പഠിച്ച് റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട ഞങ്ങൾ നിൽക്കുന്നു, അതുപോലെ തന്നെ ആശ്രിത നിയമനം എന്നത് പോലും ഒരു MLA മകൻ എങ്ങനെ ബാധകമാകും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നതാണ്. പക്ഷേ സർക്കാർ മുന്നോട്ട് പോയി. ഹൈക്കോടതിയിൽ നിന്ന് എതിരായിട്ടുള്ള വിധി വന്നു, എന്നിട്ടും സർക്കാർ പിന്നോട്ട് പോയില്ല, സുപ്രീം കോടതിയിൽ പോയി. ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും വിധി വന്നിരിക്കുകയാണ്, ആ നിയമനം നടക്കില്ല എന്ന്. ഇപ്പോൾ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്? PSC ഉദ്യോഗാർത്ഥികൾ. ഇത് എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ ഗവൺമെൻറ് ഈ രണ്ടാം പിണറായി ഗവൺമെൻറ് ഉൾപ്പെടെ, ആദ്യത്തെ പിണറായി ഗവൺമെൻറ്റും രണ്ടാം പിണറായി ഗവൺമെൻറ്റും ഈ പിൻവാതിൽ നിയമനങ്ങളുടെ വലിയൊരു ഘോഷയാത്ര തന്നെ നടത്തിയിരിക്കുകയാണ്. അത് ഇവരുടെ പാർട്ടി നേതാക്കളുടെ ബന്ധുക്കൾക്കും കുടുംബക്കാർക്കും ഉന്നത തസ്തികകളിലേക്കാണെങ്കിൽ താഴെത്തട്ടിലുള്ള ലോക്കൽ കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റി തുടങ്ങിയ ആ തലങ്ങളിലുള്ള നേതാക്കളുടെ ബന്ധുക്കൾക്കും ഭാര്യമാർക്കും ഒക്കെ താഴെ തലങ്ങളിലുള്ള ഇടയ്ക്കുള്ള ജോലികളാണ്. അങ്ങനെ നമ്മൾ പരിശോധിച്ച് നോക്കിയ സമയത്ത് ഈ ഗവൺമെൻറ് ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ 1,90,000 പിൻവാതിൽ നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട്. 1-2 നിയമനങ്ങളല്ല, 1,90,000 പിൻവാതിൽ നിയമനങ്ങൾ ഈ ഗവൺമെൻറ് ഇവിടെ വന്നതിന് ശേഷം 2 ടേണായിട്ട് നടത്തിയിട്ടുണ്ട്. പിന്നെ ബന്ധു നിയമനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ സഖാവ് EP ജയരാജൻ അദ്ദേഹത്തിൻ്റെ ബന്ധുവായിട്ടുള്ള സുധീർ നമ്പ്യാരെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസിൽ MD ആയിട്ട് നിയമിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഈ ഗവൺമെൻറ്റിൻ്റെ തന്നെ വിജിലൻസ് അന്വേഷിക്കുകയും ഈ EP ജയരാജൻ തന്നെ ഇങ്ങനെയൊരു നിയമനം കൊടുക്കുവാൻ വേണ്ടി ഉള്ള കുറിപ്പ് ആ വകുപ്പിന് കൈമാറിയതായിട്ടുമുള്ള രേഖകൾ വിജിലൻസ് കണ്ടുപിടിച്ചതായിട്ടും ഉള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പിന്നെ ആ കേസ് അന്വേഷണം എവിടെ എത്തിയെന്നോ അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ എന്തായെന്നോ ജനങ്ങൾക്ക് അറിയുവാൻ സാധിക്കുന്നില്ല. പിന്നെ നമ്മുടെ കാലടി സർവകലാശാലയിൽ ബഹുമാനപ്പെട്ട MP നമ്മുടെ മന്ത്രിയായിട്ടുള്ള MP രാജേഷ് അവരുടെ ഭാര്യയുടെ നിയമനം, അതും വലിയ രീതിയിലുള്ള വിവാദമായതാണ്. അതിൽ ഈ ഇൻ്റർവ്യൂ ബോർഡിലുണ്ടായിരുന്ന ഡോക്ടർ ഉമർ തറമേൽ, KM ഫരദൻ, P പവിത്രൻ എന്നീ 3 വ്യക്തികൾ അവരുടെ വിയോജനക്കുറിപ്പ് അറിയിച്ചിട്ടും അനധികൃതമായി നിയമനം കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ശ്രീ ആര്യ രാജേന്ദ്രൻ, അവർ ഒരു കണ്ടക്ടറുടെ തൊഴിലില്ലാതാക്കിയ ഒരാളാണ്. പിന്നെ ആര്യ രാജേന്ദ്രൻ അന്നത്തെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള സഖാവ് ആനാവൂർ നാഗപ്പന് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള സകലമാന ജോലികളുടെയും നിയമനം നടത്തുവാൻ വേണ്ടിയിട്ട് പാർട്ടിയിൽ നിന്നും സഖാക്കളുടെ ബയോഡാറ്റ ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് നൽകിയ കത്ത് അത് പുറത്തായതും നമുക്ക് നല്ലതായിട്ട് ഓർമ്മയുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ വന്നാലും ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണകാലത്ത് കേരളത്തിൻ്റെ ഉദ്യോഗാർത്ഥികളോട്, പ്രത്യേകിച്ച് PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് ഏറ്റവും വലിയ ക്രൂരത കാണിച്ച ഒരു ഗവൺമെൻറ്റാണ് ഈ ഇടതുപക്ഷ ഗവൺമെൻറ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ പിന്നെ MLA മകന് അനധികൃതമായി നിയമനം നൽകുന്നതിലേക്കായി പിന്നെ ഇവർ ഒരു പരിശ്രമം നടത്തുകയും അതിനെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി, ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്ന് റദ്ദ് ചെയ്തിരിക്കുകയാണ് ആ നിയമനം. അപ്പോൾ ആ കോടതി ഉത്തരവിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്, അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ശമ്പളം തിരിച്ചു പിടിക്കാൻ പാടില്ല എന്നും കൂടി പറഞ്ഞിട്ടുള്ളതായിട്ടാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ സർക്കാർ ഖജനാവിൽ നിന്നും ഇതുപോലെയുള്ള നേതാക്കന്മാരുടെ ബന്ധുക്കൾക്കും ഭാര്യമാർക്കും അവരുടെ കുട്ടികൾക്കും കൊച്ചാപ്പയ്ക്കും വലിയാപ്പയ്ക്കും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നിയമനം കൊടുക്കുമ്പോൾ എന്നെപ്പോലെയുള്ള സാധാരണക്കാരൻ്റെ വീട്ടിൽ നിന്നുള്ള ആളുകൾ, ഞാനൊരു കരിങ്കല്ല് തൊഴിലാളിയാണ്, കരിങ്കല്ല് ചുമക്കാൻ പോയിട്ട് അതിനുശേഷം വൈകുന്നേരങ്ങളിൽ PSC പഠിച്ച് റാങ്ക് പട്ടികയിൽ വരുന്ന ആളാണ് എന്നെപ്പോലുള്ള ഉദ്യോഗാർത്ഥികൾ. ഇവിടെ LGS തസ്തികയിൽ പോലും നിയമനം നടക്കുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, LGS തസ്തികയിൽ 2000-2500 നിയമനം നടന്നുകൊണ്ടിരുന്ന LGS തസ്തികയിൽ 500 നിയമനം പോലും നടക്കുന്നില്ല. ഇഴഞ്ഞഴഞ്ഞാണ് പോകുന്നത്. 3 വർഷത്തെ റാങ്ക് ലിസ്റ്റ് തീരാറായി. അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് 10,000 നിയമനം നടന്നുകൊണ്ടിരുന്നിടത്ത് 5,000 നിയമനം പോലും ഇല്ല. SAPയിൽ 441 ഒഴിവാണ് ഫ്രഷായിട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ PSC അംഗങ്ങളുടെ ശമ്പള വർധനവ്, PSC അംഗങ്ങൾക്ക് ശമ്പള വർധനവ് നടത്താനും അവരുടെ കാര്യങ്ങൾ നടപ്പാക്കാനും, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ PSC അംഗങ്ങളുള്ളത്
കേരള PSCയിലാണ്. ഈ PSC അംഗങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുക്കുവാനും അവരെ തീറ്റിപ്പോറ്റുന്ന ഒരു ഉപാധിയായി കേരളത്തിലെ PSC അതപ്പതിച്ചിരിക്കുകയാണ്. ഇവിടെയില്ല ഇപ്പോൾ ഈ മുൻ MLA-യുടെ മകന് ആശ്രിത നിയമനം നൽകിയതിനെ സാധൂകരിക്കുന്നതിന് വേണ്ടി സർക്കാർ ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായി. അത് മാറ്റിക്കിട്ടുന്നതിന് വേണ്ടി സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ സുപ്രീം കോടതിയിലും പറഞ്ഞ ഒരു പ്രധാന കാര്യം, ഇത് സർക്കാർ ഒരു തസ്തിക ഉണ്ടാക്കിയതാണ്, അത് കാരണം മറ്റൊരാളുടെയും ജോലി നഷ്ടപ്പെടുന്നില്ല എന്നാണ്. ഇതേ കാരണം പറഞ്ഞുകൊണ്ടല്ലേ സർക്കാർ ഇത്തരത്തിലുള്ള നിയമനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്? നിങ്ങൾക്ക് അതിന് പിന്നിലെ ആ പൊള്ളത്തരം മനസ്സിലായി കാണുമല്ലോ ഇതിനകം തന്നെ. അല്ല, ഇത് സർക്കാർ ചെയ്യുന്നത് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഇത് കേസാകുമെന്ന് സർക്കാരിനറിയാം. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ എങ്ങനെ കേസ് ഫയൽ ചെയ്യുക? ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ പിന്നെ പണിയെടുക്കുന്ന പൈസ കൊണ്ട് ആയിരക്കണക്കിന് രൂപ അഡ്വക്കേറ്റ്മാർക്ക് ഫീസ് കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ കേസ് നടത്തുന്നത്. ആ സമയത്ത് സർക്കാർ എന്താ ചെയ്യുന്നത്? ഇതുപോലെയുള്ള MLA-മാരുടെ ബന്ധുക്കൾക്ക് വേണ്ടിയിട്ട് ഈ സർക്കാർ ഖജനാവിലെ പണം എടുത്ത് ചെലവാക്കി കേസ് നടത്തി ഹൈക്കോടതിയിൽ പരാജയപ്പെട്ട് സുപ്രീം കോടതിയിൽ പോയി ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും പരാജയപ്പെട്ടിരിക്കുന്നു. ഈ പൈസ ഈ സർക്കാർ ഇങ്ങനെ അനധികൃത നിയമനത്തിന് വേണ്ടി എടുത്തിട്ടുള്ള ഈ പൈസ, അതിനുവേണ്ടി കേസ് വാദിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഈ തുക സാധാരണക്കാരായിട്ടുള്ള ഇവിടുത്തെ പാവപ്പെട്ടവൻ വീട്ടു സാധനം വാങ്ങുന്നതിൽ നിന്ന് നികുതി പണമാണ്. സർക്കാർ ലക്ഷക്കണക്കിന് പണം ഇതിനകം തന്നെ ഈ ഒരു ഒറ്റ നിയമനം സാധൂകരിച്ച് കിട്ടുന്നതിന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. ആ നിയമനം കിട്ടിയ ആൾക്ക് പുറമെ സർക്കാർ നേരിട്ടാണ് ഇവിടെ ഹർജി ഫയൽ ചെയ്തത് എന്ന കാര്യം വളരെ പ്രസക്തമാണ്. ഹൈക്കോടതി പറഞ്ഞതാണ് ഈ നിയമനം സാധുവല്ല, ഇത് നടക്കുന്ന കാര്യമല്ല, ഇങ്ങനെ ആശ്രിത നിയമനം കിട്ടുന്നതിന് വേണ്ടി ചട്ടങ്ങളുണ്ട്, അത് പാലിക്കാതെയാണ് ആശ്രിത നിയമനം ഒരു MLA-യുടെ മകന് നൽകിയത്. അതെങ്ങനെ നൽകാൻ കഴിയും? സർക്കാർ ജീവനക്കാർക്ക് കിട്ടുന്ന ആശ്രിത നിയമനം അതെങ്ങനെ ഒരു MLA-യുടെ മകന് കിട്ടുമെന്നുള്ള സുപ്രധാനമായ ചോദ്യം ഹൈക്കോടതി ചോദിച്ചപ്പോൾ തന്നെ അവിടെ തീരേണ്ട ഒരു പ്രശ്നമായിരുന്നു ഇത്. പക്ഷേ അത് സുപ്രീം കോടതിയിലേക്ക് സർക്കാർ ഇത്രയും കാശ് മുടക്കി കൊണ്ടുപോയതിന് പിന്നിൽ ഒറ്റ അജണ്ടയായിരുന്നു ഉള്ളത്. സർക്കാർ കരുതി ഏതെങ്കിലും രീതിയിൽ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു ഉത്തരവ് കിട്ടുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് ഇത്തരത്തിലുള്ള ബന്ധു നിയമനങ്ങൾ നിയമ തടസ്സമില്ലാതെ നടത്താൻ പറ്റും ഈ വിധിയുടെ മറവിൽ എന്ന് കരുതിയിട്ടുണ്ടാവും. അത് നടന്നില്ല. സുപ്രീം കോടതി അത് കണ്ടെത്തി പറ്റില്ല, ഇങ്ങനൊരു നിയമനത്തിന് ഒരർഹതയും ഒരു MLA-യുടെ മകനില്ല എന്നുള്ള കാര്യം നിസ്സംശയമായി സുപ്രീം കോടതി ഉത്തരവിൽ എഴുതി വെച്ചിരിക്കുകയാണ് അല്ലേ? തീർച്ചയായും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി, രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം ഈ പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെ ശക്തമായ രീതിയിൽ താക്കീത് ഈ ഗവൺമെന്റിന് കൊടുത്തുകൊണ്ട്, പിന്നെ ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നാണവും മാനവും ഇല്ലാത്തൊരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. എന്ത് നാറിയ കളിയും കളിച്ചിട്ടും അവരുടെ നേതാക്കന്മാരുടെ ഭാര്യമാർക്കും അവരുടെ മക്കൾക്കും അവരുടെ പാർട്ടിക്കാർക്കും വേണ്ടിയിട്ട് ഏത് കളിയും കളിക്കും. ഒരു തരത്തിലും അവരൊരു നീതിപൂർവമായ തീരുമാനം എടുക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ഒരു കാര്യം, ഇപ്പോൾ സെക്രട്ടേറിയറ്റ് OA എന്നൊരു പോസ്റ്റ് കടന്നു. ഈ സെക്രട്ടേറിയറ്റ് OA ആവശ്യത്തിന് ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്താതെ കടുത്ത രീതിയിലുള്ള കട്ട് ഓഫ് മാർക്ക് നിശ്ചയിച്ചുകൊണ്ട് റാങ്ക് ലിസ്റ്റ് പുറപ്പെടുവിക്കും. അപ്പോൾ 1000 ഉദ്യോഗാർത്ഥികളെ മാത്രം ഉൾപ്പെടുത്തി ഒരു ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ 1.5 വർഷം ആവുന്നതിന് ലിസ്റ്റ് തീർന്നു, റാങ്ക് ലിസ്റ്റ് തീർന്നു. 3 വർഷ കാലാവധിയുള്ള റാങ്ക് പട്ടിക 1.5 വർഷമായപ്പോൾ ലിസ്റ്റ് തീർന്നു. ബാക്കിയുള്ള സമയത്തേക്ക് ആരെ എടുക്കാം? ഈ താഴേക്കടയിലുള്ള ഇവരുടെ ലോക്കൽ കമ്മിറ്റി തലങ്ങളിലുള്ള നേതാക്കളുടെ ബന്ധുക്കളെയും അവരെ മക്കളെയും അവിടെ നിയമിക്കാം. ഇങ്ങനെ എല്ലാ തലങ്ങളിലും. അതുപോലെ തന്നെ പിന്നെ യൂണിവേഴ്സിറ്റി LGS. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി LGS നടത്തിയ തസ്തികയിൽ 2015 മുതൽ തന്നെ ഗവൺമെന്റ് ഉത്തരവാണ്, ഒരു സർവകലാശാലകളിലും ഇനി നടക്കുന്ന അനധ്യാപിക നിയമനങ്ങൾ എന്ത് ചെയ്യണം? PSC മുഖാന്തരം മാത്രമേ നടത്തുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ഉത്തരവ്, സർക്കാർ ഉത്തരവിരിക്കെ ആ സർക്കാർ ഉത്തരവിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് കുസാറ്റിൽ എത്രയോ നിയമനങ്ങൾ ഇവരുടെ ആൾക്കാരെ നിയമിച്ചിരിക്കുന്നു. ഇന്നേ വരെയായിട്ട് ആ ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഇവർ തയ്യാറായിട്ടില്ല. വെറും 207 ഒഴിവുകളാണ് കേരളത്തിലെ 13 സർവകലാശാലകൾ കൂടി ഇത്രയും കാലം. ഈ കേരള സർവകലാശാല വന്നിട്ട് കാലം എത്രയായി? ഇത്രയും കാലമായിട്ട് നടന്നിട്ടുള്ള ഇനി നടക്കാൻ പോകുന്ന അനധ്യാപിക നിയമനങ്ങളുടെ പിന്നെ വേക്കൻസി ഒഴിവുകൾ ചോദിച്ച സമയത്ത് LGS തസ്തികയിൽ 207 ഒഴിവുകൾ മാത്രമാണ് ഈ കേരളത്തിൽ നിന്നും PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതേസമയത്ത് തന്നെ സർക്കാർ പറയുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ PSC നിയമനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സർക്കാരാണ് ഭരിക്കുന്നത്. കമ്പയർ ചെയ്യുന്നത് മുൻപത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെയാണ്. ശരിയാണ്, ഇവിടെ റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം നടത്തിയിട്ടുണ്ട്. റാങ്ക് ഹോൾഡേഴ്സിന്റെ വലിയ സമരമായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നത്. പക്ഷേ എങ്കിലും കണക്കുകൾ നിരത്തി അന്ന് അതിനെ എതിർക്കുകയാണ് സർക്കാർ ചെയ്തത്. ഓരോ വർഷവും എത്ര നിയമനങ്ങൾ വന്നു, എത്ര റാങ്ക് ലിസ്റ്റിൽ നിന്ന് എത്ര നിയമനങ്ങൾ നടത്താൻ പറ്റി എന്നുള്ളത് കണക്കുകൾ സഹിതം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ആശ്രിത നിയമനം, അതിനെ താങ്കൾക്ക് എതിർക്കുവാൻ പറ്റുന്നത്? ഇതിൽ PSC ഉദ്യോഗാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകേണ്ട ഒരു കാര്യവുമില്ല എന്നാണ് സർക്കാർ പറയുന്നത്. അല്ല, PSC ഉദ്യോഗാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമില്ല. ഈ പറയുന്ന ഈ മുൻ ചെങ്ങന്നൂർ MLA ആയിട്ടുള്ള ബഹുമാനപ്പെട്ട അന്തരിച്ചു പോയ അദ്ദേഹത്തിന്റെ മകൻ
അദ്ദേഹത്തിന്റെ മകന് വേണ്ടി ഇത്ര ദണ്ണം മുഴക്കുന്ന ഈ ഗവൺമെന്റ് ചെയ്യേണ്ടത് എന്താണെന്നറിയോ? എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന്റെ മകന് പഠിക്കാൻ കാശില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകന് PSC കോച്ചിങ് സെന്ററിൽ പോയി പഠിക്കുവാനുള്ള കാശ് ഈ ഗവൺമെന്റ് കൊടുക്കണം. 1-2 വർഷത്തേക്കുള്ള പഠിക്കാനുള്ള തുക അനുവദിച്ചിട്ട് അദ്ദേഹത്തിന് പഠിച്ചെഴുതാൻ കഴിവുണ്ടെങ്കിൽ പഠിച്ചെഴുതി റാങ്ക് ലിസ്റ്റ് വരട്ടെ, ഞങ്ങളോടൊപ്പം പഠിച്ചെഴുതി. ഞാൻ കരിങ്കല്ല് ചുമക്കാൻ പോയിട്ട് ഞാൻ രാത്രി ഇരുന്നാണ് PSC പഠിക്കുന്നത്. ചെങ്ങന്നൂർ MLA KK രാമേന്ദ്രൻ നായരുടെ മകൻ അദ്ദേഹത്തിന് അത്ര ഈ ഗവൺമെന്റിന് അദ്ദേഹത്തോട് അത്ര ഇതാണെങ്കിൽ, അവർ ഒരു സങ്കടമാണെങ്കിൽ അവരെന്താ ചെയ്യുക? ഈ മനുഷ്യന് വേണ്ടിയിട്ട് 2 വർഷം PSC കോച്ചിങ് സെന്ററിൽ പോയി പഠിക്കാനുള്ള ഫീസ് കൊടുക്കട്ടെ, കഴിവുണ്ടെങ്കിൽ പഠിച്ച് റാങ്ക് ലിസ്റ്റ് വരട്ടെ, അതല്ലേ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഇവരുടെ പാർട്ടിയിൽ എത്രയോ മന്ത്രിമാരുണ്ട്, എത്രയോ നേതാക്കളുണ്ട്, അവർ ഇദ്ദേഹത്തിന് 3 വർഷം PSC കോച്ചിങ് സെന്ററിൽ പോയി പഠിച്ച ഒരു സർക്കാർ ജോലി വാങ്ങൂ, അതല്ലേ അതിന്റെ ശരി? അല്ലാതെ ഇവിടുത്തെ നിയമനങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട്, നിയമങ്ങളെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് കേരള PSC ഇവിടെ വന്നിട്ടുള്ളതേ നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഫലമായി കേരളത്തിൽ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ നടത്തിയാണ് കേരളത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളതും രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു നിയമന വ്യവസ്ഥ നമ്മുടെ കേരളത്തിലുണ്ട്. ഇപ്പോൾ താങ്കളിപ്പോൾ പറഞ്ഞു മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ നിയമനം കൂടുതലാണെന്ന്. വെറും കള്ളക്കണക്കാണ്, പച്ചയായ കള്ളമാണ് ചാനലുകൾ വന്നിരുന്ന് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ, മറ്റ് സംസ്ഥാനങ്ങൾ നടക്കുന്നത് എന്താണെന്നറിയോ? പല നിയമനങ്ങളും അതാത് ബോർഡുകളാണ് നിയമനങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ LGS ആയാലും LD ആയാലും അതാത് ബോർഡുകളാണ്, കമ്പനിയും ബോർഡുകളാണ്. അതുപോലെ തന്നെ ഫോഴ്സിലായാലും അങ്ങനെയാണ് നിയമനങ്ങൾ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടുത്തെ പബ്ലിക് സർവീസ് കമ്മീഷനിൽ നിയമനങ്ങൾ കുറയും. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ബോർഡാണ്, ആ ബോർഡാണ് ആ തസ്തികയിലേക്കുള്ള നിയമനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കണക്കിനെ മറച്ചു വെച്ചുകൊണ്ടാണ് എന്താ പറയുന്നത്, ഇന്ത്യയിലെ നിങ്ങളൊന്ന് ആലോചിച്ച്, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും നിയമനത്തെ കൂട്ടി യോജിച്ച് കഴിഞ്ഞാലും കേരളത്തിൽ എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനത്ത് നിയമനാവില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഇത് പച്ചക്കള്ളമല്ലേ? മഹാരാഷ്ട്രയും ബീഹാറും ഉത്തർപ്രദേശും പോലെയൊക്കെ വലിയ വലിയ സംസ്ഥാനങ്ങളിൽ എന്തുമാത്രം പോലീസ് ഫോഴ്സ് ആവശ്യമുണ്ട്. അപ്പോൾ അതിനേക്കാളും പോലീസ് കേരളത്തിലുണ്ടോ? എൻ്റെ സംശയമാണ്. വലിയ വലിയ സംസ്ഥാനങ്ങളിൽ എത്രയോ ആയിരക്കണക്കിന് പോലീസ് ഫോഴ്സിന് ആവശ്യമുണ്ട്. അത്രയ്ക്ക് നിയമനം അവരവിടെ നടത്തുകയല്ലേ? അപ്പോൾ അതിനേക്കാളും പോലീസ് കേരളത്തിലുണ്ടോ? അപ്പോൾ ഇതെല്ലാം കള്ളക്കണക്കുകളാണ്. കള്ളക്കണക്കുകളും ഊഹാപോഹങ്ങളും കൊണ്ട് പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള നേതാക്കന്മാരുടെ മക്കൾക്കും ഭാര്യമാർക്കും അവരുടെ അണികൾക്കും വേണ്ടിയിട്ടാണ് ഇവിടെ നിയമനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കേസിൽ വളരെയധികം പ്രത്യേകതയുണ്ടായിരുന്നു. ഇപ്പോൾ KK രാമചന്ദ്രൻ നായരുടെ മകനായ R പ്രശാന്തിന് പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി ഗസറ്റഡ് തസ്തികയിലുള്ള നിയമനമാണ് അന്ന് നൽകിയത്, അല്ലെ? 2018 മന്ത്രിസഭ അംഗീകരിച്ചത് ഇക്കാര്യം. ജനപ്രതിനിധികളുടെ മക്കൾക്കും ബന്ധുക്കൾക്കും ആശ്രിത നിയമനം നൽകുന്നത്, ഇത് ഹൈക്കോടതി പറഞ്ഞ കാര്യമാണ്. നേരത്തെ ഹൈക്കോടതി ഉത്തരവിട്ടതാണ് ഈ നിയമനം കൊടുക്കരുത് എന്ന്. അത് ചോദ്യം ചെയ്താണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ജനപ്രതിനിധികളുടെ മക്കൾക്കും ബന്ധുക്കൾക്കും ആശ്രിത നിയമനം നൽകുന്നത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മക്കളെ വരെ സർക്കാർ ജോലികളിൽ നിയമിക്കുന്നതിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കും എന്നുള്ള ഹൈക്കോടതി വിധിയായിരുന്നു അന്ന് വന്നത്. അതായത് അതിരൂക്ഷമായ ഭാഷയിലായിരുന്നു അന്ന് സർക്കാരിനെ വിമർശിച്ച് ഹൈക്കോടതി ഉത്തരവിട്ടത്. MLAയുടെ ആശ്രിതന് ജോലി നൽകിയതിൽ പരാതിക്കാരന് ദോഷമായി ഒന്നുമില്ലെന്നായിരുന്നു അന്നത്തെ സർക്കാരിൻ്റെ നിലപാട്. എന്നാൽ സർക്കാരിനെ ഇക്കാര്യത്തിലും ഹൈക്കോടതി വിമർശിക്കുകയുണ്ടായി. ഈ നിയമനം അംഗീകരിക്കുന്നത് സർക്കാരിനെ കയറൂരി വിടുന്നതിന് തുല്യമാകുമെന്നും പിൻവാതിൽ നിയമനങ്ങൾ നടത്തുന്നതിലേക്കും അതിലൂടെ സാമൂഹിക വിവേചനങ്ങൾക്ക് വഴി തുറക്കുമെന്നുമായിരുന്നു അന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചത്. എന്നിട്ടും സർക്കാരിന്റെ കണ്ണ് തുറന്നില്ല എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. അല്ല, എനിക്ക് ഇവരോട് ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അങ്ങനെ ഒരു നിയമം ഉണ്ടോ? ഞാൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ എൻ്റെ ബന്ധുവിന് അല്ലെങ്കിൽ എൻ്റെ മകന് സർക്കാർ ജോലി കൊടുക്കണം എന്ന് എവിടെയെങ്കിലും ഒരു നിയമം എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പോൾ ഒരു വാർഡിലായാലും ഒരു ബ്ലോക്ക് പഞ്ചായത്തിലായാലും ഒരു ജില്ലാ പഞ്ചായത്തിലായാലും ഒരു MLA സീറ്റിലായാലും മത്സരിക്കുന്നു. അതിവിടെ ജനാധിപത്യ നിയമം അനുസരിച്ച് മത്സരിക്കുന്നു. അവനവൻ്റെ ആയുസ് പോകുമ്പോൾ നമ്മൾ മരിക്കുന്നു. ആ മരിക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾക്ക്, അവരുടെ മക്കൾക്ക് ആശ്രിത നിയമനം കൊടുക്കണം എന്ന് പറഞ്ഞ് ഗവൺമെൻറ് നിയമം പാസ്സാക്കിയാൽ, അല്ലെങ്കിൽ ഗവൺമെൻറ് പിൻവാതിൽ നിയമനം നടത്തിയാൽ പിന്നെ എന്തിനാണ് ഇവിടെ PSC വെച്ചിരിക്കുന്നത്? നിങ്ങൾ കേരളത്തിലെ ഈ പറയുന്ന 941 ഗ്രാമപഞ്ചായത്തുകളിലെ 152 ബ്ലോക്ക് പഞ്ചായത്തിലെ 14 ജില്ലാ പഞ്ചായത്തിന് വരുന്ന ജനപ്രതിനിധികൾ അവർ വയസ്സായി മരിക്കും തോറും അവരുടെ ബന്ധുക്കൾക്ക് തന്നെ ഇങ്ങനെ നിയമനം കൊടുത്തുകൊണ്ടിരുന്ന പിന്നെ എന്തിനാണ് ഇവിടെ ഒരു PSC? എന്തിനാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ നിയമനം? അവരുടെ തന്നെ കുടുംബക്കാർക്കും സർക്കാർ തീറ്റിപ്പോറ്റുന്ന ഇത്തരത്തിലുള്ള വെള്ളാനുകൾക്ക് മാത്രം ജീവിക്കുവാനുള്ള ഒരു സംവിധാനമായി കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളും നിയമനങ്ങളും ഒക്കെ മാറിയിരിക്കുകയാണ്. അതാണ് ഇതിൽ നിന്ന് ശക്തമായ ഒരു താക്കീത് തന്നെയാണ് ബഹുമാനമുള്ള പരമോന്നത നീതിപീഠം. ഇതുകൊണ്ട് കണ്ണു തുറക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇപ്പോൾ PSC റാങ്ക് ഹോൾഡേഴ്സിന് അനുകൂലമായിട്ട് പല ഉത്തരവുകളും ഇതിനു മുൻപ് വന്നിട്ടുള്ളതാണ് വിവിധ കോടതികളിൽ നിന്ന്. എന്നിട്ടും റാങ്ക് ഹോൾഡേഴ്സിന്റെ ഈ പരാതികൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല.
പല ഉത്തരവുകളും നടപ്പിലാക്കിയിട്ടുമില്ല. പിൻവാതിൽ നിയമനങ്ങൾക്ക് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല വിഷ്ണു. ഇപ്പോൾ ഇങ്ങനെ ഒരു കേസ് വന്നതുകൊണ്ട്, ഇങ്ങനെ ഒരു ഉത്തരവ് വന്നതുകൊണ്ട് ഈ ഒരു നിയമനം റദ്ദാകുന്നു എന്നല്ലാതെ ഇനി അങ്ങോട്ട് ഇതെല്ലാം സർക്കാർ നിർത്തലാക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ഒരിക്കലും കരുതുന്നില്ല. അതും വീണ്ടും എന്താ ചെയ്യുക? എന്നെ പോലത്തെ പാവപ്പെട്ട വീട്ടിലെ ആളുകൾ കൂലിപ്പണിയെടുത്ത് വീണ്ടും ഇതുപോലെ തന്നെ സുപ്രീം കോടതി വരെ കേസ് പറയേണ്ടി വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ കേസ് പറഞ്ഞു, അവിടെ നിന്ന് വിജയിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കുന്നു. വീണ്ടും ഞങ്ങൾ ഹൈക്കോടതി പോകുന്നു. അഡ്വക്കേറ്റുമാർ ചോദിക്കുന്ന കാശ് കൊടുത്ത് അവിടെയും കേസ് വാദിക്കുന്നു. വീണ്ടും നമ്മൾ എവിടെ പോകുന്നു? പിന്നെ ഹൈക്കോടതിയിൽ ഗവൺമെന്റ് കേസ് പരാജയപ്പെടുമ്പോൾ ഇതേ ഗവൺമെന്റിന്റെ പൈസ ചിലവാക്കിക്കൊണ്ട് സുപ്രീം കോടതി പോകുന്നു. അവിടെ വലിയ വലിയ അഡ്വക്കേറ്റുമാരെ വെച്ച് ഗവൺമെന്റ് വാദിക്കുമ്പോൾ ഞങ്ങളെ പോലുള്ളവർ പിന്നെ നുള്ളിപ്പറക്കിയെടുത്ത ചില്ലറ നാണയങ്ങൾ കൂട്ടി വെച്ചെടുക്കുന്ന പൈസ ഉപയോഗിച്ച് അത് അഡ്വക്കേറ്റുമാർക്ക് ഫീസ് കൊടുത്ത് അവിടെയും വാദിക്കുന്നു. ഇങ്ങനെ കേസ് വാദിച്ച് തന്നെ എത്രയോ പാവങ്ങളുടെ എത്രയോ ആയിരക്കണക്കിന് രൂപയാണ് ഇങ്ങനെ കേസ് വാദിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ഇപ്പോൾ പറയാം. MG സർവകലാശാലയിൽ അവിടുത്തെ നിയമനങ്ങൾ LGS ഉൾപ്പെടെയുള്ള നിയമനങ്ങൾ പബ്ലിക് സർവീസ് കമ്മീഷന് വിട്ടുകൊണ്ട് 2015 സെപ്റ്റംബർ മാസം 26 ഗവൺമെന്റ് ഉത്തരവുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു വിവരാവകാശം ഞങ്ങൾ വെച്ച സമയത്ത് LGSലേക്ക് എത്ര നിയമനം ഉണ്ട്, അവിടെ വേക്കൻസി ഉണ്ടെന്ന് അന്വേഷിച്ചപ്പോൾ LGS നിയമനം അവിടെ നടത്തുന്നത് എങ്ങനെയാണെന്നറിയോ? LGS ആയിട്ട് നിയമനം നടത്താൻ ഗവൺമെന്റിന് അധികാരം കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഈ MG സർവകലാശാല നടത്തുന്ന പരിപാടി സ്വീപ്പർ കം ക്ലീനർ തസ്തികയിലേക്ക് നേരിട്ടും ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് സ്വീപ്പർ കം ക്ലീനർ തസ്തികയിൽ നിന്നും സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ സ്ഥാനക്കയറ്റം നൽകിയുമാണ് നിയമിക്കുന്നത്. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ് വിഷ്ണു. നമുക്ക് വിശദമായിട്ട് വരാം. അതിനു മുമ്പ്